ഇനി ഞാൻ രാവിലെ തന്നെ ജിമ്മിൽ പോയി. ജിമ്മിൽ ഞാനിന്ന് ചെസ്റ്റ് വർക്കൗട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റൂമിലെത്തി. ഇനിയിപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് എനിക്ക് ഒ പിയിലേക്ക് പോകാനുള്ളതാണ്. എനിക്കിപ്പോൾ പോസ്റ്റിംഗ് ഡെർമറ്റോളജി ഒ പിയിലാണ്. ഇവിടെ ഇനി 12 മണി വരെ വരുന്ന കേസുകളൊക്കെ പഠിക്കണം. അതേപോലെ തന്നെ ക്ലാസ്സും ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലോക്ക് ബുക്കിൽ സൈൻ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സൈനൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. പോസ്റ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇനിയിപ്പോൾ 1 മണി മുതൽ ഞങ്ങൾക്ക് തിയറി ക്ലാസ് ആയിരിക്കും. ആദ്യം ഞങ്ങൾക്ക് ഫോറൻസിക്കിന്റെ ക്ലാസ് ആണ്. ഈ കാണുന്നതാണ് ഫോറൻസിക് ലെക്ചർ ഹോള്. ക്ലാസ്സിലെല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ക്ലാസ് എടുക്കാൻ മാഡം വരുന്നവരെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം സംസാരിച്ചിരുന്നു. ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെയാണ് ഞങ്ങൾക്ക് തിയറി ക്ലാസ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ തിയറി ക്ലാസ് അവസാനിച്ചു. ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട് വായിക്കാനായിട്ട് 2 ബുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങാനായിട്ട് പോയി. ഈ 2 ബുക്കാണ് എനിക്ക് വായിക്കാനായിട്ട് തന്നത്. നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയണേ. അത് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ എൻ്റെ ജൂനിയറിന് ഞാനൊരു ബുക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം വൈകിട്ട് 6 മണി ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ കാഷ്വാലിറ്റി പോയിട്ട് കേസൊക്കെ കണ്ട് പഠിക്കാന്ന് കരുതി. കാഷ്വാലിറ്റിയിൽ സർജറിയിലെ ബെന്നി സാർ ഉണ്ടായിരുന്നു. സാറാണെങ്കിൽ കാഷ്വാലിറ്റിയിൽ വന്ന കേസുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ കാഷ്വാലിറ്റിയിൽ കേസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഹോസ്റ്റലിൽ എത്തിയിട്ട് വേണം നാളത്തേക്ക് എഴുതാനും പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ.